ഹായ്, വെൽക്കം ബാക്ക്. ഞാൻ ഇന്ന് ഒരു 2 ചൂര മീൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അച്ചാറിടാനായിട്ട് നോക്കാം. ആദ്യം നമുക്കിത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഞാൻ ചൂര മീൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ഇടാം. ഇനി മുളക് പൊടി ഇടാം. ഇനി ഒരു ആവശ്യത്തിന് മുളക് പൊടി ഇടാം. ഇനി കുറച്ച് കുരുമുളക് പൊടി ഇടാം, 2 ടീസ്പൂൺ. ഇനി 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. ആവശ്യത്തിന് ഉപ്പ് കൂടിയിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. ഒരു 1 മണിക്കൂർ വെച്ചതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒരു നാരങ്ങ നീരൂടെ ചേർക്കാം. നാരങ്ങ നീര് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. നമ്മൾ മീൻ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനൊരു പാൻ അടുപ്പി വെച്ച് അതിനകത്ത് നല്ലെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. കറിവേപ്പില ഇടാം. മീൻ ഓരോന്നായിട്ടിടാം. നല്ല ഫ്ലെയിമിൽ വേണം നമ്മൾ ആദ്യം മീനിടാൻ. അത് കഴിഞ്ഞതിന് ശേഷം ഫ്ലെയിം കുറയ്ക്കാം. നമുക്കൊന്ന് തിരിച്ചിടാം. ഇനി ഇത് നമുക്ക് കോരിയെടുക്കാം. ഫസ്റ്റ് ബാച്ച് കഴിഞ്ഞ് ഇനി അടുത്ത ബാച്ച് ഇടാം. മീൻ കംപ്ലീറ്റ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ എന്താ വേറൊരു പാൻ അടുപ്പി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിക്കാം. കുറച്ച് കടുകിടാം. കടുക് പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഏതാണ്ട് ഒരു 2 എണ്ണവും പിന്നെ 100 ഗ്രാം 150 ഗ്രാം വെളുത്തുള്ളിയും 100 ഗ്രാം ഇഞ്ചിയും നന്നായിട്ട് തൊലി കളഞ്ഞ് ചതച്ച് വെച്ചിട്ടുള്ളതാണ് ഇതിലേക്ക് ഇടാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരുപാട് വഴറ്റണ്ട. കുറച്ച് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇതുകൂടി ഇടാം. ഇനി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. തീ കുറച്ച് വെച്ചിട്ട് വേണം ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ഇനി മുളക് പൊടി ഇടാം. ഒരു 6 ടീസ്പൂൺ മുളക് പൊടി ഇടാം. ഇനി ഒരല്പം ഉപ്പിടാം. നമ്മൾ മീനിന് നല്ലതായിട്ട് ഉപ്പിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തത്. ഇനി ഒരല്പം ഇതിൽ ഈ ഗ്രേവിയിൽ ഒരല്പം ഉപ്പ് ഇടാം. കുറച്ച് ഉലുവാപ്പൊടി ഇടാം. ഇത് മീൻ ഞാൻ 2 ചൂര മീനാണ് എടുത്തത്. അതിൻ്റെ മുള്ളും ബാക്കിയെല്ലാം കൂടെ കളഞ്ഞിട്ട് 1 കിലോ 1.25 കിലോ വരും മീൻ ഫ്രൈ ചെയ്ത മീൻ. അതിലേക്കാണ് ഇത്രയും സാധനങ്ങൾ ചേർക്കുന്നത്. നല്ലതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം കുറച്ച് വിനീഗർ ഒഴിക്കണം.
ഒരു കപ്പ് കുഞ്ഞുങ്ങൾ നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ ഈ ഫ്രൈ ചെയ്യാം. ഇനി നമുക്ക് മീനിടാം. ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ഫുള്ളിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പം കളർ കുറവുള്ള മുളക് പൊടിയായിപ്പോയി, അത് കാരണമാണ് കളർ ഇച്ചിരി കുറഞ്ഞു പോയത്. നമ്മൾ അടിപൊളി മീനച്ചാർ റെഡി ആയിട്ടുണ്ട്. ചൂടായിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. നമ്മുടെ മീനച്ചാർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളി മണവും രുചിയും എല്ലാം ഉള്ള ഈ അച്ചാർ മാത്രം മതി ചോറ് കഴിക്കാനും. നമുക്ക് പഴഞ്ചോറും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നല്ല പഴഞ്ചോറ് കഴിക്കാനൊക്കെ ഭയങ്കര ടേസ്റ്റായിരിക്കും. ഇതിൻ്റെ ഒറ്റ പീസ് മതി. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണേ. എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഓക്കെ, ബൈ ബൈ.